ശക്തന്റെ തട്ടകത്തിൽ പൂരം ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് തുടരുകയാണ്. ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. പൂരപ്രേമികൾക്ക് ആവേശമായി പൂരവേദിയിൽ നിന്നും ഹരീഷ് നാരായൺ ചേരുകയാണ്. പൂരവിശേഷങ്ങളുമായി ഹരീഷ്. കാത്തുകാത്തിരുന്ന പൂരമാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊലിമയൽപ്പം കുറവാണ് എങ്കിൽ കൂടിയും മലയാളിയുടെ മനസ്സിൽ എന്നും എപ്പോഴും ആവേശം നിറയ്ക്കുന്ന ആ പൂരത്തിൻ്റെ ആവേശം ഇന്നും അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ ഹരീഷ്? രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ഒരു ഒഴുക്ക് രാവിലെ നമ്മൾ കണ്ടില്ല. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് ഈ ചെറുപൂരങ്ങളുടെയൊക്കെ ഘടകപൂരങ്ങളുടെയൊക്കെ ഒരു വരവോടുകൂടി ആ തിരക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. സ്വപ്ന, അതുതന്നെയാണ് ഈ ഒരു ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ്. ആദ്യം കണിമംഗലം ശാസ്താവ് വളരെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല നമ്മൾ രാവിലെ കണ്ടത് വലിയ തിരക്കല്ല, അല്ലെങ്കിൽ അത്രത്തോളം ആളുകൾ ആ ഒരു സമയത്ത് എത്തിയിട്ടില്ല. ഏതാനും ചില ആളുകളും ഈ പൂരവുമായി ബന്ധപ്പെട്ട ആളുകളും മാധ്യമപ്രവർത്തകരും മാത്രമായിരുന്നു ആ ഒരു തെക്കേ നടയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓരോ ഘടകപൂരങ്ങൾ എഴുന്നള്ളി വരുന്നതോടുകൂടി അല്പമൊക്കെ മാറ്റം സംഭവിക്കുന്നു. ആളുകൾ കുറച്ചുകൂടി എത്തുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകപൂരങ്ങളിൽ ഒന്ന് ചെമ്പുക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പാണ്. അത് ചെമ്പുക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ഏറ്റവും പ്രസിദ്ധമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമതായി എഴുന്നള്ളിക്കുന്നതാണ് ചെമ്പുക്കാവ് ഭഗവതിയുടെ. ഈ കണിമംഗലം ശാസ്താവ് വന്നു കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് ചെമ്പുക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പാണ്. അതിനോടൊപ്പം തന്നെ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പ് എടുക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ഏകഛത്രാധിപതി എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാണ് തിടമ്പെടുത്ത് ഈ പാറമേക്കാവ് ക്ഷേത്ര പരിധിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഈ വടക്കുനാഥനിലേക്ക് എത്തി ഈ ഒരു നടവഴി അകത്തേക്ക് കയറിയത്. ആ ഒരു സമയത്ത് ഇവിടെ പതിവിൽ കവിഞ്ഞ തിരക്കാണ് അനുഭവപ്പെട്ടത്. അത്രത്തോളം ആളുകൾ. നമുക്കറിയാം, ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എവിടെയുണ്ടോ അവിടെ ആനപ്രേമികൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത്രത്തോളം ആളുകളാണ് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാനും ഈ മേളം ആസ്വദിക്കാനും ഒക്കെയായി ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ ഒരു ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് വരെ നമ്മൾ കണ്ടത്. ഈ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ അവിടെ നിന്നും തിടമ്പേറ്റിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മേളത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോകുന്ന ആ ഒരു ദൃശ്യങ്ങൾ, അത് കാണാനും പകർത്താനുമായി നിരവധി ആളുകളാണ് ഈ ഒരു പ്രദേശത്തേക്ക്, ഈ ഒരു പാറമേക്കാവിന് മുൻപിലുള്ള ഈ ഒരു വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ നടയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അത് അത്രത്തോളം വലിയ തിരക്ക് അനുഭവപ്പെട്ടു. അതിന്റെ ഏക കാരണം നമുക്കറിയാം ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാണ്. കാരണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അത്രത്തോളം നമ്മളത് എടുത്തു പറയേണ്ടതാണ്. ഈ ഗജവീരന്മാരുടെ ആ വരവ്, അത് കാണാനായി മാത്രം അങ്ങോളം ഇങ്ങോളം ഈ വേണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പറയാം ഈ രാജ്യത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ വെളിനാട്ടിൽ നിന്ന് തന്നെ ഈ ഒരു സമയമാകുമ്പോൾ തൃശ്ശൂരിലെ ആ പൂരനഗരിയിലേക്ക് കൃത്യമായി എത്തുന്നവരുണ്ട്. അതൊരു പ്രത്യേക വികാരമാണ് അത്. വരുന്ന ഒരു പൂരം കൂടിയാണ് ഈ തൃശ്ശൂർ പൂരം എന്നുള്ളത്. അതുകൊണ്ട് അത്രത്തോളം ആനപ്രേമികൾ ആ ഒരു സമയത്ത് ഇവിടേക്ക് എത്തും. പ്രത്യേകിച്ചും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ള ആനയാണ്. നമുക്കറിയാതെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചയാവുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ദൃശ്യവിരുന്ന ഒരു ഫാൻ ബേസ് ഉള്ള ആനയാണ്. നമുക്കറിയാതെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചയാവുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ദൃശ്യവിരുന്ന് ഒരുക്കുന്ന ഒരു ആന കൂടിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഏകഛത്രാധിപതിയൊക്കെയാണ് എന്നൊക്കെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് പൂരത്തിലെ സ്റ്റാർ ആന ആരാണെന്ന് ചോദിച്ചാൽ, പൂരത്തിലെ സെലിബ്രിറ്റി ആന ആരാണെന്ന് ചോദിച്ചാൽ അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആനപ്രേമികൾ ഏത് സമയവും ഉണ്ടാവുക തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പരിസരത്തായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പരിസരത്തെ പറ്റിയായിരിക്കും എപ്പോഴും ആളുകൾ ഉണ്ടാവുക. ഇത്തവണ ചെമ്പൂക്കാവിന്റെ തിടമ്പാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ചെമ്പൂക്കാവിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ച ആ ഒരു സമയം മുതൽ ആളുകൾ ആ ഒരു പ്രദേശത്ത് തടിച്ചുകൂടുന്നു. പ്രത്യേകിച്ചും ആനപ്രേമികൾ തടിച്ചുകൂടുന്നു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലാവുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെയുള്ള ഓൺലൈൻ മീഡിയാസൊക്കെ ഒരുപാട് എത്തി അവരുടെ മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തി അവരുടെ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എവിടെയുണ്ടോ അവിടെ ആനപ്രേമികൾ ഉണ്ടാവുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ചെമ്പുക്കാവിൻ്റെ തിടമ്പെടുത്ത് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് എഴുന്നള്ളിപ്പ് എത്തിയിട്ടുണ്ട്. അവിടെയും അത്രത്തോളം തിരക്ക് ഈ ഒരു ആനകളുടെ മുന്നിൽ
നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ പറ്റും. അത്രത്തോളം ജനങ്ങളാണ് തടിച്ചു കൂടിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ രാമചന്ദ്രനെ കാണാൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കണ്ട് ആ മേളം ആസ്വദിച്ച് ആ എഴുന്നള്ളിപ്പ് കണ്ട് അങ്ങനെ ആളുകൾ ആസ്വദിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. പലരും അവരവരുടെ മൊബൈലുകളിൽ ഈ ഒരു ചിത്രങ്ങൾ പകർത്തുന്നുമുണ്ട്. അത്രത്തോളം ആളുകൾക്ക് വലിയ പ്രിയമാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് ഭയങ്കര ഹരമാണ് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞു. കാരണം അത്രത്തോളം ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത്രത്തോളം വൈറലാകുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ന്യൂസൊക്കെ കിട്ടുന്ന ഒരു ആനകൂട്ടിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അതുകൊണ്ടാണ് ആളുകൾ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ തടിച്ചു കൂടുന്നത് എന്നുള്ളത്. എന്തായാലും ഈ ഒരു ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പുകൾ ഓരോന്നായി പുരോഗമിക്കുകയാണ്. ഈ കണിമംഗലം ശാസ്താവിന് ശേഷം രണ്ടാമതായി കടന്നു വന്നതാണ് ഈ ചെമ്പുക്കാവിൻ്റെ എഴുന്നള്ളിപ്പ്. അതാണ് ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി വന്നിട്ടുള്ള എഴുന്നള്ളിപ്പ്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാം. രണ്ടാനകൾക്ക് നടുക്ക് തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നിൽക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കും. നിരവധി പൂരപ്രേമികൾ, ഇതുമായി ബന്ധപ്പെട്ട ആനപ്രേമികളൊക്കെ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ കാണാൻ പറ്റും. ചെമ്പുക്കാവിലെ ഭഗവതിയുടെ പേറ്റി ഉള്ള വളരെ ഗംഭീരമായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും എത്തുമ്പോഴേക്കും ഈ ആളുകളൊന്ന് ഉഷാറായി, അല്ലെങ്കിൽ ഈ പൂരപ്രേമികളൊന്ന് ഉഷാറായി എന്ന് നാം പറയാൻ. ആളുകൾ കുറച്ചുകൂടി ആവേശത്തിലായി. അവർ ഈ ആനയുടെ അടുത്തേക്ക് ആളുകളൊന്ന് ഉഷാറായി, അല്ലെങ്കിൽ ഈ പൂരപ്രേമികളൊന്ന് ഉഷാറായി എന്ന് വേണം പറയാൻ. ആളുകൾ കുറച്ചും കൂടി ആവേശത്തിലായി. അവർ ഈ ആനയുടെ അടുത്തേക്ക് ഓടിയെത്തി ആനയുടെ ദൃശ്യങ്ങൾ പകർത്തു തത്രപ്പാടിലാണ് ഓരോരുത്തരും.